ഇന്ന് നമ്മളൊരു മെമ്മോ പാഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റിന് നമുക്ക് ഈ പ്രിൻ്റ് എങ്ങനെ എടുത്തത് നോക്കാം. ഒന്നുകിൽ നമുക്ക് നോർമൽ A4 പേപ്പറിൽ നമുക്ക് തന്നെ ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പ്രിൻ്റബിൾ മെമ്മോ പാഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. അതിൽ താഴെ ഒരു 3 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ ക്യാൻവ ആപ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മളെ ഗാലറിയിലുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അങ്ങനെ ഒരു 230 GSM-ലാണ് ഞാനിത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായത്. 230 തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ കുറച്ച് കട്ടിയിൽ പേപ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പേപ്പർ മാത്രമല്ല കേട്ടോ, ടോട്ടൽ 3 A4 പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇനി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ 2 സൈഡിലും വുഡൻ്റെ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ തന്നെ ഡ്രൈ ആകും. പക്ഷെ ഞാനിതൊരു 1 ഡേ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷനിൽ കിട്ടും. അങ്ങനെ ഇതാ ഒരു 1 ഡേ ഫുള്ള് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പേപ്പേഴ്സൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെമ്മോ പാഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ്ബോർഡ് പീസ് ഒന്ന് ഈ മെമ്മോ പാഡിൻ്റെ കുറച്ച് വലിയ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിനെ ഒരു കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് മെമ്മോ പാഡ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ കുറച്ച് ഡിസൈൻസും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്.
ഫൈനലി നമ്മൾ മെമ്മോ പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.